ഗൈഡ്സ്മാൻ്റെയും ജെഐയുടെയൊക്കെ സിലബസ് നിമിയുടെ ബുക്കിലെ ഹെഡിങ്ങുകൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക സംശയമുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 70% അല്ലെങ്കിൽ 75% അല്ലെങ്കിൽ എബവ് നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ റിവിഷൻ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇന്ന് മുതൽ ആ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ അടിയിൽ നമ്മൾ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം, അതിൽ ടൈം സ്റ്റാമ്പ് വെക്കാം. അപ്പോൾ ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്ക് മാത്രം നിങ്ങൾ റിവിഷൻ ചെയ്താൽ മതി. മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ റിവിഷൻ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ കാണുക. വെറുതെ വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഇനി അധികം ദിവസമൊന്നുമില്ല. നിങ്ങൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാട്ടർ കൂൾഡ് കണ്ടൻസറിലാണ് നമ്മൾ തുടങ്ങുന്നത്. വാട്ടർ കൂൾഡ് കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ച് വാട്ടർ ഈസ് യൂസ്ഡ് ആസ് ദ കൂളിംഗ് മീഡിയം. നമുക്കറിയാമല്ലേ, ഫിന്നഡ് കണ്ടൻസർ ഉണ്ട്, ബെയർ ട്യൂബ് കണ്ടൻസർ ഉണ്ട്, പ്ലേറ്റ് കണ്ടൻസർ ഉണ്ട്, വാട്ടർ കൂൾഡ് കണ്ടൻസർ ഉണ്ട്, ഇവാപറേറ്റീവ് കണ്ടൻസർ ഉണ്ട്. ഇതിൽ വാട്ടർ കൂൾഡ് കണ്ടൻസർ ഈ കണ്ടൻസറിന്റെ ട്യൂബിന്റെ ഉള്ളിലൂടെ പോകുന്ന റെഫ്രിജറന്റിൽ നിന്നും തൊട്ടടുത്ത് പോകുന്ന കൂളിംഗ് മീഡിയം ആയ വാട്ടറിലേക്കാണ് ഹീറ്റിനെ കൈമാറുക. അത് എയറിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ നാച്ചുറൽ കൺവേർഷൻ, ഒരു ഫാനും കൂടി വെച്ചിട്ട് സ്പീഡ് ആക്കുകയാണെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് കൺവേർഷൻ ഒക്കെ നമ്മൾ വിളിക്കും അല്ലെ. അപ്പോൾ എയറിലേക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ടാവും. ഇത് എവിടെയാണ് നമ്മൾ നോക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് അഡീക്വേറ്റ് സപ്ലൈ ഓഫ് ക്ലിയർ വാട്ടർ വേണം അല്ലെ. നല്ല തണുത്ത വെള്ളം വേണം, അല്ലെങ്കിൽ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആയിട്ടുള്ള വെള്ളം ഒരുപാട് വേണം. മാത്രമല്ല ഈ വെള്ളം ഈ കണ്ടൻസേഷൻ ശേഷം അതിന്റെ ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അല്ലെ. അപ്പൊ ആ ചൂടുള്ള വെള്ളത്തിനെ ഡിസ്പോസ് ചെയ്യേണ്ട ആ ഒരു സെറ്റപ്പ് കൂടി നമുക്ക് വേണം. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ യൂണിറ്റിനാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വാട്ടറിനെക്കാട്ടിലും ഒരു 4 അല്ലെങ്കിൽ 4 to 12 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കണ്ടൻസിങ് ടെമ്പറേച്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മുതൽ 20 ലിറ്റർ വരെ ഒരു മിനിറ്റിൽ വെള്ളം ഒഴുകണം. അത് 1 ടൺ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ. ഇപ്പൊ 1.5 ടണ്ണ് കപ്പാസിറ്റി ഉള്ള റെഫ്രിജറന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 4 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ കണ്ടൻസേഷൻ ടെമ്പറേച്ചർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 1.5 ടൺ ആണെങ്കിൽ 7.5 മുതൽ 30 ലിറ്റർ പെർ മിനിറ്റ് പെർ 1.5 ടണ്ണ് നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളം അങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ ആണോ? ഇനി 3 ടൈപ്പ് ഉണ്ട്: ഷെൽ ആൻഡ് ട്യൂബ്, ഷെൽ ആൻഡ് കോയിൽ, ട്യൂബ് ഇൻ ട്യൂബ്. ഇതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. ആദ്യത്തേത് നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ. ഇവർ എന്തിനു വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്ത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലൂടെയാണ് റെഫ്രിജറന്റ് ഒഴുകുന്നത്, ഏതിലൂടെയാണ് വെള്ളം അതെ കൂളിംഗ് വാട്ടർ ഒഴുകുന്നത്, അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഓരോ ഐറ്റത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഐറ്റത്തിനും നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളതും അതിന്റെ ക്ലീനിങ് അതൊക്കെ ഓരോ കൺസിഡറേഷൻ ആയി വരും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ നോക്കാം. നമുക്ക് ചിത്രം കണ്ടില്ലേ, ഈ പുറത്തൂടെ പോണുന്ന വലിയൊരു പൈപ്പ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഷെല്ല് എന്ന് വിളിക്കും. ഷെല്ല്. ഓക്കെ ആണോ? ഒരു ഇരുമ്പിന്റെ ഒരു പൈപ്പാണ്. ഇനി ഒരുപാട് കുഞ്ഞ ചെറിയ ട്യൂബ്സ് കണ്ടോ? ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ആ ട്യൂബിന്റെ ഉള്ളിലൂടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ട്യൂബിന്റെ ഉള്ളിലൂടെയാണ് കൂളിംഗ് വാട്ടർ കടന്നു പോകുക. ഈ ട്യൂബിന്റെയും ഷെല്ലിന്റെയും ഇടയിലെ സ്പേസിലൂടെ നമ്മൾ എന്ത് ചെയ്യും? റെഫ്രിജറന്റിനെ കടത്തിവിടും. അപ്പൊ എന്ത് ചെയ്യും? ഹീറ്റ് വെള്ളത്തിലേക്ക് കൈമാറ്റപ്പെടും. ഓക്കെ ആണോ? ഇവര് പരസ്പരം മിക്സ് ആവത്തുമില്ല. വാട്ടറും റെഫ്രിജറന്റും പരസ്പരം കൂടി കലരൂല. അപ്പൊ നമുക്ക് നോക്കാം. ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ കൺസിസ്റ്റ് ഓഫ് എ ഷെൽ. നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ഷെൽ ഉണ്ട്, ഒരു ട്യൂബ് ഉണ്ട്, ആൻഡ് ട്യൂബ് വാട്ടർ ബോക്സ് റെഫ്രിജറന്റ് കണക്ഷൻ. ഇൻ ദി സ്മാളർ സൈസ്, ചെറിയ സൈസുള്ള യൂണിറ്റുകളിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്, നെക്സ്റ്റ് ചോദിക്കാനുള്ള ഏരിയയാണ്. ചെറിയ സൈസുള്ള യൂണിറ്റുകളിൽ കണ്ടോ, നമ്മൾ ഈ വലിയ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് ജസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൈപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ വലിയ യൂണിറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ യൂണിറ്റിലാണെങ്കിൽ മിനിമം ഒരു 2.5 മുതൽ 3 സെന്റിമീറ്റർ കനമുള്ള ഇരുമ്പിന്റെ
പൈപ്പ് നമ്മൾ വളച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഷെല്ല് ഉണ്ടാക്കണം. ഓക്കെ ആണോ? ചെറിയ യൂണിറ്റിലാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൈപ്പ് ഉപയോഗിച്ച് ചെയ്താൽ മതി. പക്ഷെ വലിയ യൂണിറ്റ് ആണെങ്കിൽ 2.5 മുതൽ 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 മുതൽ 30 mm വരെ കനമുള്ള പൈപ്പ് വളച്ചിട്ട് അത് വെൽഡ് ചെയ്ത് കുറുകെ വെൽഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു ഷെല്ല് ഉണ്ടാക്കി എടുക്കണം. ഇനി രണ്ട് സൈഡിലും മറ്റേ ഇതുണ്ട് കേട്ടോ, ഫ്ലാഞ്ച് വെച്ചിട്ട് നെട്ടും ബോൾട്ടോ കണ്ടില്ല നിങ്ങൾ, അത് പെട്ടെന്ന് ഊരിയെടുക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ദി റെഫ്രിജറന്റ് വേപ്പർ ഫ്ലോസ് കണ്ടോ, കംപ്രസറിൽ നിന്നും ഹൈലി കംപ്രസ് ആയിട്ട് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആയി വരുന്ന റെഫ്രിജറന്റ് വേപ്പർ ഫ്ലോസ് ഇൻ ടു ദി ഷെൽ ആൻഡ് അറൌണ്ട് ദി ട്യൂബ്. അല്ലെ, ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ എന്ത് പോകും, വെള്ളം പോകും. ആ ഷെല്ലിന്റെ ട്യൂബിന്റെ ഇടയിലുള്ള സ്പേസിലൂടെ ആര് പോകും, റെഫ്രിജറന്റ് കടന്നു പോകും. അല്ലെ, വൈൽ വാട്ടർ ഫ്ലോസ് ത്രൂ ദി ട്യൂബ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ് കണ്ടൻസർ. ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ് കണ്ടൻസർ. ഷെൽ ആൻഡ് ട്യൂബ്, ഷെൽ ആൻഡ് കോയിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? സിമ്പിൾ അല്ലേ? എന്താ, ട്യൂബിന് പകരം എന്തായി, ഒരു കോയിലായി മാറി. ഇവിടെ ഒരുപാട് ട്യൂബ് ഉണ്ടായി, മറ്റോടത്ത് എന്ത് ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഒരു കോയിൽ ഇങ്ങനെ കടന്നു പോയി ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ ആർ യൂഷ്വലി യൂസ്ഡ് ഓൺ സ്മാളർ ടണ്ണേജ് ലോ പ്രഷർ യൂണിറ്റ്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് ഇത്രത്തോളം കപ്പാസിറ്റി വേണ്ട, ഇത്രത്തോളം പ്രഷർ ഒന്നും വേണ്ട, ചെറിയൊരു യൂണിറ്റ് ഉള്ളൂ. പക്ഷെ എയർ കണ്ടൻസേഷൻ കൊണ്ട് നമ്മുടെ കാര്യം നടക്കത്തുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും, നമ്മൾ അവിടെ ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ ഉപയോഗിക്കും. അതിന് ഷെൽ ആൻഡ് ട്യൂബിന്റെ അത്രയും കപ്പാസിറ്റിയും പ്രഷറും ഉണ്ടാകത്തില്ല. ഓക്കെ ആണോ? ദേ കൺസിസ്റ്റ് ഓഫ് എ ഷെൽ ദാറ്റ് കണ്ടെയ്ൻ എ കോയിൽ ഫോർ സർക്കുലേറ്റിംഗ് വാട്ടർ. ഇതുപോലെ ഷെൽ ഉണ്ടാവും, പക്ഷെ ഉള്ളിലൂടെ ഇതുപോലെ ട്യൂബ് ഉണ്ടാവത്തില്ല. എന്തുണ്ടാവത്തുള്ളൂ, ഒരു കോയിൽ, ഇത് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കോയിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ആണോ? ദേ ഡു നോട്ട് ഹാവ് റിമൂവൽ ഹെഡ്സ്. മാത്രമല്ല അവരുടെ ഹെഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഷെല്ലിന്റെ ഹെഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഊരാൻ പാടില്ല. അതായത് ഇങ്ങനെ നെട്ടും ബോൾട്ടൊന്നും അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ആക്കൽ നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ച് മാത്രമേ ക്ലീൻ ആക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഷെൽ ആൻഡ് ട്യൂബിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങാനും അടഞ്ഞു പോയി അല്ലെങ്കിൽ കപ്പാസിറ്റി കമ്മിയായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെട്ടും ബോൾട്ട് ഊരിയിട്ട് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ക്ലീൻ ചെയ്താൽ പോലെ. പക്ഷെ ഷെൽ ആൻഡ് കോയിൽ ടൈപ്പിൽ ഇങ്ങനെ ഊരാൻ പാകമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കെമിക്കൽസ് ഉപയോഗിച്ച് മാത്രമേ കൂളിംഗ് സാധ്യമാവുകയുള്ളൂ. ഇൻ കേസ് ഓഫ് എ കോയിൽ ലീക്കേജ്, നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത്, എങ്ങാനും ഒരു കോയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ കോയിൽ ബാങ്ക് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യൽ മാത്രമേ നിവർത്തിയുള്ളൂ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് പഠിച്ചു, ഷെൽ ആൻഡ് കോയിൽ പഠിച്ചു. മൂന്നാമത്തേൽ ഷെല്ലില്ല, ഷെല്ല് വലിയൊരു ഇരുമ്പിന്റെ പൈപ്പിന്റെ ആവശ്യം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് ഇങ്ങനെ ഉണ്ടാവും, അതിന്റെ ഉള്ളിലൂടെ വേറൊരു ട്യൂബും ഉണ്ടാവും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? ട്യൂബ്, അതായത് ഒരു ഹോസ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നനക്കുന്ന ഹോസ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലൂടെ ഒരു ഹോസ് കൂടി കടന്നു പോകുന്നു ജസ്റ്റ് സങ്കല്പിച്ചു നോക്കുക. അപ്പൊ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ടാവില്ല, ഇതിന്റെ ഉള്ളിലും ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു സ്പേസിലൂടെ എന്ത് പോകും, റെഫ്രിജറന്റ് പോകും, ഒരു സ്പേസിലൂടെ വാട്ടർ പോകും. എന്റെ സംശയം ജസ്റ്റ് വായിക്കുള്ളൂ കേട്ടോ. ഇതിലൂടെയാണ്, അതായത് പുറത്തൂടെയാണ് വാട്ടർ പോകുന്നതെന്നാണ് എന്റെ സംശയം, ഉള്ളിലൂടെ റെഫ്രിജറന്റ് പോകുന്നു എന്നാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം, ഒന്ന് കൺഫർമേഷൻ ചെയ്യാം, സംശയിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡബിൾ പൈപ്പ്, അപ്പൊ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, ഡബിൾ പൈപ്പ് കണ്ടൻസർ. എന്തുകൊണ്ടാ, ട്യൂബും ഡബിൾ പൈപ്പും, രണ്ട് പൈപ്പ് കടന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ ആണോ? ഹാസ് ദി കണ്ടൻസിങ് വാട്ടർ ട്യൂബ് ഇൻസൈഡ് ദി റെഫ്രിജറന്റ് ട്യൂബ്. അത് ശരിയാണ്, റെഫ്രിജറന്റ് ട്യൂബ് എവിടെയാണ്, ഇൻസൈഡിലാണ് ഉണ്ടാവുക അല്ലെ. കണ്ടൻസിങ് വാട്ടർ ട്യൂബ് ഇൻസൈഡ് റെഫ്രിജറന്റ് ട്യൂബ്. ഒരു മിനിറ്റ്, സോറി വായിച്ചെടുത്തുള്ള മിസ്റ്റേക്ക് ആണ്. Condense water tube inside the refrigerant tube. The refrigerant flows into the space between tubes while the water is piped through the inner tube. Water flows the opposite direction of the ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. The refrigerant flows in the space between the tubes. കണ്ടോ, ഇവിടെ ഈ സ്ഥലത്താണ് നമ്മുടെ റെഫ്രിജറന്റ് മൂവ് ചെയ്യുക. അതായത് രണ്ട് പൈപ്പിന്റെയും ഇടയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഞാൻ നേരത്തെ തെറ്റിദ്ധരിച്ചാട്ടോ. റെഫ്രിജറന്റ് ഇവിടെ മൂവ് ചെയ്യാം. While the water is piped through the inner tube, water flows in the opposite direction. ഇന്നർ ട്യൂബിലൂടെ ആരാ പോവുക, ഇന്നർ ട്യൂബിലൂടെ വാട്ടർ ആണ് പോവുക. ഓക്കെ ആണോ? ഇന്നർ ട്യൂബിലൂടെ വാട്ടർ ആണ് പോവുക. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ദി റെഫ്രിജറന്റ് ഫ്ലോസ് ഇൻ ദി സ്പേസ് ബിറ്റ്വീൻ ദി ട്യൂബ്സ് വൈൽ ദി വാട്ടർ ഈസ് പൈപ്ഡ് ത്രൂ ദി ഇന്നർ ട്യൂബ്. വാട്ടർ ഫ്ലോ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി റെഫ്രിജറന്റ് വിത്ത് ദി കൂളസ്റ്റ് വാട്ടർ ഇൻ കോണ്ടാക്ട് വിത്ത് ദി വാമസ്റ്റ് റെഫ്രിജറന്റ് ആൻഡ് ദസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ്. അതായത്
നമ്മൾ പറഞ്ഞു അല്ലേ, ആ രണ്ട് ട്യൂബിന്റെ ഇടയിലുള്ള സ്പേസിലൂടെ ആര് പോകും? റെഫ്രിജറന്റ് കടന്നു പോകും. അതുപോലെ തന്നെ ആ ഉള്ളിലെ ട്യൂബിലൂടെ ആര് പോകും? വാട്ടർ കടന്നു പോകും. അപ്പൊ ഇതിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? വാട്ടർ കടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ കൂളിംഗ് വാട്ടർ കടന്നു പോകുന്നുണ്ട്. ഓക്കെ ആണോ? കൂളിംഗ് വാട്ടർ കടന്നു പോകുന്നുണ്ട്. ഇനി ഇതിലൂടെ റെഫ്രിജറന്റ് കടന്ന് വരുന്നുണ്ട്. അതായത് റെഫ്രിജറന്റ് കണ്ടോ ഇങ്ങനെയാ വരുന്നത്. അതിന്റെ പൊസിഷനിലാണ് ആര്? കൂളിംഗ് വാട്ടർ. അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് നമുക്ക് നോക്കാം. ഇവിടുന്ന് നമ്മളെ റെഫ്രിജറന്റ് ഇതാ, അതായത് ഇവർ നേരെ ഓപ്പോസിറ്റാ കണ്ടുമുട്ടുക. അതായത് റെഫ്രിജറന്റ് ഇതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് എഴുതിക്കോ. തുടക്കത്തില് റെഫ്രിജറന്റ് ഇതാ ഈ പോയിന്റിലാണെന്ന് എഴുതിക്കോ. ഇയാള് ഓപ്പോസിറ്റ് നിന്ന് വാട്ടർ ഇങ്ങനെ കണ്ടുമുട്ടുക എന്ന് എഴുതിക്കോ. അപ്പോ ഏറ്റവും കൂടുതൽ ചൂടുള്ള റെഫ്രിജറന്റ് വേപ്പർ തണുത്ത വെള്ളത്തിനോടാണ് ആദ്യം കണ്ടുമുട്ടുക അല്ലേ? എന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും? ഈ വെള്ളം നേരെ ഒഴുകിയിട്ട് പുറത്തോട്ട് പോകും. അപ്പോഴേക്കും പുതിയ വെള്ളം ഇവിടുന്ന് വരുന്നുണ്ടാവും. അപ്പോഴേക്ക് ഈ റെഫ്രിജറന്റ് ഒന്ന് ചൂടാറിയിട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ ഓരോ സ്പേസിലും റെഫ്രിജറന്റ് കണ്ടുമുട്ടുന്നത് അതായത് തണുത്ത വെള്ളത്തെയാണ്. ആ ഒരു അറേഞ്ച്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ഫ്ലോസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി റെഫ്രിജറന്റ്. റെഫ്രിജറന്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വാട്ടർ പോവുക. ഓക്കെ ആണോ? Water is piped through the inner tube. Water flows in the opposite directions to the refrigerant with the coolest water in contact with the warmest refrigerant and thus the heat transfer occurs. അതുകൊണ്ട് തന്നെ ഓരോ ടൈമിലും പുതിയ തണുത്ത വെള്ളത്തിനോട്ടാണ് കോണ്ടാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്താവും? വളരെയധികം കൂടും. ഇതിന്റെ വർക്കിംഗ് വീഡിയോസ് ഉണ്ട് കേട്ടോ. വർക്കിംഗ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി കണ്ടൻസർ കപ്പാസിറ്റി. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് മാറിപ്പോകരുത്. ഉള്ളിലൂടെ കടന്നു പോകുന്നത് കൂളിംഗ് വാട്ടർ ആണ്. ദി റെഫ്രിജറന്റ് ഫ്ലോസ് ഇൻ ദി സ്പേസ് ബിറ്റ്വീൻ ദി ട്യൂബ്. ഈ പുറത്തും ഈ സ്പേസിലൂടെ ആര് കടന്നു പോകും? റെഫ്രിജറന്റ് കടന്നു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും കൊണ്ട് ഓർമ്മിപ്പിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി കണ്ടൻസർ കപ്പാസിറ്റി. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി കണ്ടൻസർ കപ്പാസിറ്റി. കണ്ടൻസർ കപ്പാസിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് മെറ്റീരിയൽ, ഒന്ന് ഏരിയ ഓഫ് കോണ്ടാക്ട്, ഒന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കൂളിംഗ് മീഡിയം ആൻഡ് റെഫ്രിജറന്റ്. മെറ്റീരിയൽ അറിയാലോ, നമുക്ക് ഓരോ മെറ്റീരിയലും അലുമിനിയം, ബ്രാസ്, അയൺ, സ്റ്റീൽ, കോപ്പർ, കോബാൾട്ട് അങ്ങനെ പറയുന്ന ഓരോ മെറ്റീരിയലിനും തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ് വ്യത്യാസമല്ലേ? അതുപോലെ തന്നെ ഏരിയ ഓഫ് കോണ്ടാക്ട്, എത്രത്തോളം ഏരിയ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കണ്ടൻസർ കപ്പാസിറ്റി എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. മാത്രവുമല്ല ടെമ്പറേച്ചറിന്റെ വ്യത്യാസം. നല്ല തണുത്ത വെള്ളമാണെന്ന് എഴുതിക്കോ, പെട്ടെന്ന് എന്താവും? കണ്ടൻസേഷൻ നടക്കൂലേ? അതാണ് ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ. നെക്സ്റ്റ് ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ HRF. ഓക്കെ ആണോ? നമ്മൾ കണ്ടൻസറിന് ദി കണ്ടൻസർ ഹാസ് ടു റിമൂവ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി റെഫ്രിജറന്റ് ഇൻ ദി ഇവാപറേറ്റർ. നമ്മുടെ കണ്ടൻസറിന് 3-4 ഹീറ്റിനെ റിമൂവ് ചെയ്യണം. ഒന്ന് എന്താണ്? ഒന്ന് നമ്മുടെ ഇവാപറേറ്റർ ഉണ്ടല്ലോ, നമ്മളെ ഏത് സ്പേസാണ് നമുക്ക് കൂൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ചെയ്യേണ്ടത്, ആ സ്പേസിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റ് ഒക്കെ ആരാ ക്യാരി ചെയ്യുക? നമ്മളെ റെഫ്രിജറന്റ് അല്ലേ. ആ ഹീറ്റിനെ എന്തായാലും ഇയാൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. പിന്നെ കംപ്രസറിലോട്ട് വരുമ്പോൾ നല്ലോണം കംപ്രസ് ചെയ്യൂലേ? അപ്പൊ ആ ഹീറ്റ് ഓഫ് കംപ്രഷൻ ഉണ്ടാവുമല്ലോ, കംപ്രസ് ചെയ്ത് ചൂട് കൂടുമല്ലോ. ആ ചൂട് എന്ത് ചെയ്യണം? ഈ റെഫ്രിജറന്റിന്റെ മേലെ വരിക, അയാള് അതിനെയും റിമൂവ് ചെയ്യണം. ഇനി മൂന്നാമത് നമുക്ക് അത്യാവശ്യം പരിചയമില്ലാത്ത ടൈമാണ്, ബട്ട് ആക്ച്വലി സംഭവിക്കുന്നതാണ്. ഇറ്റ് അബ്സോർബ്ഡ് ബൈ ദി വേപ്പർ ഇൻ ദി സക്ഷൻ ലൈൻ, ദി കംപ്രസർ ബോഡി ആൻഡ് കംപ്രസർ മോട്ടോർ വൈൻഡിങ്. ഈ കംപ്രസർ ഒക്കെ എപ്പോഴും ഓടുന്ന സാധനമല്ലേ. അപ്പൊ അതിന്റെ കംപ്രസറിന്റെ വൈൻഡിങ് നല്ലപോലെ ചൂടായിട്ടുണ്ടാവും. അത് ചില കംപ്രസറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ റെഫ്രിജറന്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ കംപ്രസറിനൊക്കെ നമ്മൾ കൂളാക്കുമല്ലോ. അപ്പൊ ആ ഹീറ്റ്, പിന്നെ ഈ ഫ്രിക്ഷൻ അതായത് സക്ഷൻ ലൈനിലൊക്കെ നമുക്കറിയാലേ, സക്ഷൻ ലൈനിൽ കൂടെ ഒക്കെ വരുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഹീറ്റ് എന്ത് ചെയ്യണം? ഇവർ ഒഴിവാക്കണം. അപ്പൊ 3 ഹീറ്റാണ് കണ്ടൻസർ ഹാസ് ടു റിമൂവ്. ഒന്നെന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി റെഫ്രിജറന്റ്. രണ്ടാമത്തെ എന്താ? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി വേപ്പർ ഇൻ ദി സക്ഷൻ ലൈൻ ഇൻ ദി കംപ്രസർ ബോഡി ആൻഡ് ദി കംപ്രസർ മോട്ടോർ വൈൻഡിങ്. മൂന്നാമത്തെ എന്താ? ഹീറ്റ് ഓഫ് കംപ്രഷൻ. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ the amount of heat the condenser has to reject is always higher than
ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി ഇവാപ്പറേറ്റർ. കാരണം ഇവാപ്പറേറ്ററിൽ എടുത്ത ഹീറ്റ് മാത്രമല്ല എന്ത് ചെയ്യണം, ഈ കംപ്രസറിൽ നിന്ന് എടുത്തതും വൈൻഡിൽ നിന്ന് എടുത്ത ഹീറ്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോനെ, അതായത് ഇവാപ്പറേറ്റർ എന്നുള്ള ഹീറ്റും ആക്ച്വലി കണ്ടൻസർ റിമൂവ് ചെയ്യുന്ന ഹീറ്റും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എന്ത് വിളിക്കും, HRF എന്ന് വിളിക്കും. അതായത് ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ, HRF. This ratio gives the heat rejected in the condensers per unit load of refrigerant handled by the evaporator. Okay ആണോ? നെക്സ്റ്റ് കണ്ടൻസർ കപ്പാസിറ്റി. കണ്ടൻസർ കപ്പാസിറ്റി നമ്മളിപ്പോൾ നോക്കിയത് ഇപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കണ്ടൻസർ കപ്പാസിറ്റി ആണ് നമ്മൾ നോക്കിയത്. എന്താണ്? മെറ്റീരിയൽ, ഏരിയ കോണ്ടാക്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കൂളിംഗ് മീഡിയം. അപ്പോൾ കണ്ടൻസർ കപ്പാസിറ്റി എന്ന് പറയുന്നത് Q ഈക്വൽ ടു ഏരിയ ഇൻറ്റു U എന്ന് പറയുന്നത് ഓവറോൾ കണ്ടക്ടൻസ് ഫാക്ടേഴ്സ് ഇൻറ്റു TD ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുക, ജസ്റ്റ് ഒന്ന് പഠിക്കുക. Q എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. U ഓവറോൾ കണ്ടക്ടൻസ് ഫാക്ടർ ആണ്. TD ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫ്രിജറന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിറ്റ്വീൻ റെഫ്രിജറന്റ് ആൻഡ് കൂളിംഗ് മീഡിയ ഇൻ ഡിഗ്രി സെന്റിഗ്രേഡ്. ഫൗളിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ചിലപ്പോൾ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല നമ്മൾ പ്യൂർ ആയിട്ട് വാങ്ങുന്ന വെള്ളമാകാം, അല്ലെങ്കിൽ വല്ല പ്ലാന്റ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ ആവാം. അപ്പോൾ ഓരോ വെള്ളത്തിനും അതിൻ്റെതായ സ്കെയിലിംഗ് ഇഫക്റ്റ്, മിനറൽസ്, അതിന്റെ ക്വാളിറ്റി എല്ലാം, അതുപോലെ ബ്ലീച്ചിങ് എഫക്റ്റ്, അതെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു വാട്ടർ ഇതിലൂടെ ഒഴുകുമ്പോൾ, ഒരുപാട് കാലം ഒഴുകുമ്പോൾ, നമ്മുടെ ടാങ്ക് തന്നെ നമുക്കറിയാം അല്ലെ, ഒരുപാട് കഴിയുമ്പോൾ അതിൽ അഴുക്ക് വന്നെന്ന് അറിയില്ലേ, അതേ ഇഫക്റ്റ് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ദി വാട്ടർ യൂസ്ഡ് ഇൻ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആൾവേസ് കണ്ടെയ്ൻ എ സർട്ടൻ എമൗണ്ട് ഓഫ് മിനറൽസ് ആൻഡ് അതർ ഫോറിൻ മെറ്റീരിയൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഇസ് സോഴ്സ്. ഓക്കെ ആണോ? This material forms deposit in the inside surface of the condenser water tube. ഇയാൾ എന്ത് ചെയ്യും? അവിടെ വന്ന് അടിഞ്ഞു കൂടും. This is the called water falling. ഈ അടിഞ്ഞു കൂടൽ നമ്മൾ വിളിക്കും വാട്ടർ ഫൗളിംഗ്. ഇത് നമുക്ക് ഗുണമാണോ ദോഷമാണോ? വാട്ടർ ഫൗളിംഗ് നമ്മൾ കണ്ടൻസേഷന്റെ കേസിൽ ഗുണമാണോ ദോഷമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അഡീഷണൽ ലെയർ വന്നിട്ട് അവിടെ തടയുക ചെയ്യുന്നല്ലേ, അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ത് ചെയ്യും? വളരെയധികം കുറയും. The deposit insulate the tubes thus reduces the heat transfer rate and restrict the water flow. The process of removing these deposits is known as descaling. അപ്പോൾ ഫൗളിംഗ് ഫാക്ടർ എന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്ത് വിളിക്കും? ഡീസ്കെയിലിംഗ് എന്ന് വിളിക്കും. ഡീസ്കെയിലിംഗ് കണ്ടൻസറിന്റെ കേസിൽ വാട്ടർ കൂൾഡ് കണ്ടൻസറിന്റെ കേസിൽ ഡീസ്കെയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗളിംഗ് ഫാക്ടറിനെ അല്ലെങ്കിൽ ഫൗളിങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഇൻ ഷെൽ ആൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസർ. എത്രത്തോളം വാട്ടർ റിക്വയർ ആണെന്ന് അത് ഇക്വേഷനിലേക്കാണ് വരിക. കണ്ടൻസർ കപ്പാസിറ്റി ഈക്വൽ ടു MF ഇൻറ്റു CP ഇൻറ്റു DT. അതിൽ MF എന്ന് പറയുന്നത് മാസ് ഫ്ലോ ഓഫ് വാട്ടർ ആണ്, CP സ്പെസിഫിക് ഹീറ്റ് ആണ്, DT ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് വാട്ടർ ഔട്ട്ലെറ്റ് ആണ്, ഔട്ട്ലെറ്റ് ഓഫ് വാട്ടർ ആണ്. ഇനി ടു കാൽക്കുലേറ്റ് വാട്ടർ ഫ്ലോ റിക്വയർഡ് ഫോർ 5 ടൺ ഓഫ് റെഫ്രിജറന്റ് കണ്ടൻസർ, the flow will be 5 times more than the above value. ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ റാങ്ക് മേക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പഠിക്കുക കേട്ടോ. ദാറ്റ്സ് ഓൾ. പാർട്സ് ഓഫ് എ ഷെൽ ആൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസർ. പാർട്സ് ഷെൽ ആൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസർ നമ്മൾ കണ്ടതാണ് അല്ലേ. ഷെൽ ഉണ്ടാവും, ട്യൂബ് ഷീറ്റ് ഉണ്ടാവും, വാട്ടർ ബോക്സ് ഉണ്ടാവും, റെഫ്രിജറന്റ് കണക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ആ കണ്ടത് തന്നെയാണ്. ഇനി ഇവിടെ എന്താ പറയുന്നത്? അതാ കണ്ടോ, 25 മുതൽ 30, അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇനി ഇവിടെ കുഴലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, അത് നമുക്ക് നോക്കിയാൽ ലാസ്റ്റ് സെന്റൻസ്. The refrigerant vapor flows into the shell and around the tube. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. While water flows through the tube, the material of construction, ഇവിടെ നമ്മുടെ പുതിയ മാറ്റർ ആണോ. The material of construction of tube will be copper. അതായത് കോപ്പർ എക്സെപ്റ്റ് ഫോർ അമോണിയ. അമോണിയയുടെ കേസിൽ എന്തായിരിക്കും? കോപ്പർ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ട്യൂബ് ഷീറ്റ് മൈൽഡ് സ്റ്റീൽ ഓർ കാർബൺ സ്റ്റീൽ, ഷെൽ മൈൽഡ് സ്റ്റീൽ ഓർ കാർബൺ സ്റ്റീൽ. ഇനി ഫങ്ഷൻസ് ഓഫ് എ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ. ഫങ്ഷൻസ് എന്താ നമ്മൾ പഠിച്ചതല്ലേ. എന്താ? ഈ ടെമ്പറേച്ചറിനെ റിമൂവ് ചെയ്യുക കേട്ടോ. ഇനി ട്യൂബ് ലീക്സ് ഉണ്ടാണെങ്കിൽ, ഇന്റേണൽ ലീക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്ലഗ് ഉപയോഗിക്കും. ഇൻസൈഡ് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരു ടാപ്പർ ബ്രാസ് പ്ലഗ് ഉപയോഗിക്കും കേട്ടോ. ആൻഡ് ഫിറ്റ് ഇറ്റ് ടൈറ്റ്ലി ടു ദി ലീക്കിംഗ് ട്യൂബ്. ഏതിന്റെ കേസിൽ? ഷെൽ ആൻഡ് ട്യൂബിന്റെ കേസിൽ. ഷെൽ ആൻഡ് കോയിൽ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? എൻ്റെ കോയിൽ റീപ്ലേസ് ചെയ്യാം. ഇനി ഇഫ് ലീക്ക് അറ്റ് ഔട്ടർ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ, പുറത്താണ് ലീക്ക് വരുന്നുണ്ടെങ്കിൽ, the expansion joint it should be expanded with the tube expander. എന്ത് ചെയ്യണം? നമ്മൾ ഈ ട്യൂബ് എക്സ്പാൻഡർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ ഓരോ പാർട്സും അതിന്റെ ഫംഗ്ഷനുമാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഫ്രിജറന്റ് ഗ്യാസ് ഇൻലെറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും?
ഹോട്ട് ഗ്യാസ് ഇൻലെറ്റിന് വേണ്ടിയിട്ട് കണ്ടൻസറിന്റെ ഷെല്ല് എന്തിനു വേണ്ടിയിട്ടാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. റെഫ്രിജറന്റ് ഗ്യാസിന് ഒന്ന് റെഫ്രിജറന്റ് ഗ്യാസ് എവിടെ നിൽക്കുക? ആ ട്യൂബിന്റെ ഷെല്ലിന്റെ ഇടയിലുള്ള സ്പേസിലല്ലേ? അപ്പൊ ഗ്യാസിനെ അവിടെ ഹോൾഡ് അപ്പ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് എന്ത് ഉപയോഗിക്കും? കണ്ടൻസർ ഷെല്ല് ഉപയോഗിക്കും. ട്യൂബ് നെസ്റ്റ്, അതായത് ഒരുപാട് ട്യൂബുകൾ ഉണ്ടാവില്ലേ, അവയെ കൂട്ടിപ്പിടുത്തതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ട്യൂബ് നെസ്റ്റ് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ട്യൂബ് നെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ, ഇവിടെ കണ്ടോ നിങ്ങൾ? ഇവിടെ കണ്ടോ? ഇവിടെ ട്യൂബ് നെസ്റ്റ് കണ്ടോ? അത് എല്ലാ ട്യൂബിനെയും കൂടി അനങ്ങാതെ നിർത്തുന്ന ഒരു സാധനം ട്യൂബ് നെസ്റ്റ്. ടു അലോ, അതിന്റെ വേറെ ഫംഗ്ഷൻ ടു അലോ ദി വാട്ടർ ടു പാസ്. ട്യൂബ് നെസ്റ്റ് പറഞ്ഞാൽ ഒരുപാട് ട്യൂബുകൾ ഉണ്ടല്ലോ, ദാറ്റ്സ് ഓൾ. അതായത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ ഒരുപാട് ട്യൂബുകൾ കടന്നു പോകുന്നുണ്ടല്ലോ. എല്ലാം ട്യൂബ് ആണെങ്കിൽ ഒരുപാട് ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ എന്ത് പോവുക? കടന്നു പോവുക കേട്ടോ. അലോ ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ് നെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ് നെസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ? വാട്ടർ ഏതിന്റെ ഉള്ളിലൂടെ പോവാ? നമ്മുടെ ട്യൂബിന്റെ ഉള്ളിലൂടെ. പെട്ടെന്ന് നെസ്റ്റ് എന്നുണ്ടാപ്പേ. നെസ്റ്റ് അറിയുമ്പോൾ ഒരു കൂട്ടം ട്യൂബ്സ്, അത്രേ ഉള്ളേ. വെന്റ് കണക്ഷൻ എന്തിനു വേണ്ടിയിട്ടാ? പർജിങ്, നോൺ കണ്ടൻസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പർജ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? നമ്മുടെ വെന്റ് കണക്ഷൻ ഉപയോഗിക്കും. റിലീഫ് വാൽവ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സേഫ്റ്റിക്ക്. പ്രഷർ എന്ത് ചെയ്യണം? വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീഫ് ആകാൻ വേണ്ടിയിട്ട്. ഗ്യാസ്കറ്റ് ലീക്കിന് വേണ്ടിയിട്ട്, ലീക്ക് പ്രൂഫിന് വേണ്ടിയിട്ട്. എൻഡ് കവർ എന്താ, നമുക്ക് എഴുച്ചെടുക്കൊക്കെ വേണ്ടേ? സീൽ ദി പ്രസസ് ആൻഡ് ഹോൾഡ് ദി വാട്ടർ. ആ 2 ഭാഗം 8 വോൾട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യൂലേ? കണ്ടൻസർ വാട്ടർ ഔട്ട്ലെറ്റ്, കണ്ടൻസർ വാട്ടർ ഇൻലെറ്റ്, എൻഡ് കവർ ട്രെയിൻ വോൾട്ട്, കോറിലേറ്റഡ്, പിന്നെ ട്യൂബ് ഷീറ്റ് സീൽ ദി ട്യൂബ് ഔട്ട് ഫ്രം ദി ഷെൽ ഗ്യാസ്, മൗണ്ടിങ് സാഡിൽ, ഔട്ട്ലെറ്റ് പ്രഷർ ഗേജ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാട്ടർ. ദാറ്റ്സ് ഓൾ. ഇനി ഡീസ്കെയിലിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ. ഡീസ്കെയിലിംഗ് നമ്മൾ പഠിച്ചു. എന്താ? ഫൗളിംഗ് വരികയാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും? ഡീസ്കെയിലിംഗ് ഉപയോഗിക്കും. അതിന്റെ ആവശ്യകത എന്താണ്? കോപ്പർ ഈസ് നോട്ട് പെർമിസിബിൾ ഇൻ അമോണിയ സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഡാമേജിങ് കെമിക്കൽ ആക്ഷൻ വിത്ത് അമോണിയ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് MCQ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. കാരണം റിപ്പീറ്റ് ആണ്. The quality of circulation water in a water-cooled condenser varies with almost every place. പറഞ്ഞാലേ the scale coating prevent the heat transfer. ഇത് നമ്മൾ പറഞ്ഞാണ്. This due to the hot gas will not be condensed. എന്തുകൊണ്ടാണ്? ആ ഹോട്ട് ഗ്യാസ് എന്തെയില്ല? കണ്ടൻസ് ചെയ്യില്ല. ദിസ് റെഡ്യൂസ് ദി കൂളിംഗ് ഇഫക്ട് ഓൺ മീഡിയം. അതെന്ത് ചെയ്യും? അതിനെ ടെന്നേജിനെ ബാധിക്കും, കൂളിംഗ് ഇഫക്റ്റിനെല്ലാം ബാധിക്കും. While the plant in operation ensure the water flow is sufficient. പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴുകണുണ്ടോ എന്ന് നോക്കണം. വാട്ടർ ട്യൂബ് കണ്ടൻസർ ആണെന്നുകൊണ്ട് അല്ല, നമ്മൾ വെള്ളം തുറന്നു വിട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. മെത്തേഡ് ഓഫ് ഡീസ്കെയിൽ ചെയ്യാനുള്ള മെത്തേഡ്സ്. ഫസ്റ്റ് നമ്മൾ പ്രൊസീജിയർ ആട്ടാ പറയുന്നത്. എൻഷുർ ദി ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൽവ്സ് ആർ ഓപ്പൺഡ്. എന്ത് ചെയ്യണം? ഇൻലെറ്റ് വാൽവ് ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യണം. ആൻഡ് റിഗൈൻഡ് പ്രഷർ ഡ്രോപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് ബിറ്റ്വീൻ ദി ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാട്ടർ പ്രഷർ ഗേജ് മൗണ്ടഡ് ഓൺ ദി കണ്ടൻസർ. ചെക്ക് ഇൻലെറ്റ് വാട്ടർ റീഡിംഗ് ഇൻ ദി തെർമോമീറ്റർ. എന്ത് ചെയ്യണം? എന്നിട്ട് ആ വാൽവുകൾ ഓപ്പൺ ആക്കിയ ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ഇൻലെറ്റ് വാട്ടറിന്റെ ടെമ്പറേച്ചർ, അതായത് തണുത്ത വെള്ളം വരുമല്ലോ, അതെന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കൂലേ? ഇറ്റ് ഷുഡ് ബി, അതാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് റീഡ് ദി ആംബിയന്റ് ടെമ്പറേച്ചർ. അത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആയിരിക്കും, കാരണം തണുത്ത വെള്ളമല്ലേ, അന്തരീക്ഷ താപനില ആയിരിക്കും. ഇനി ചെക്ക് ദി റീഡിംഗ് ഓഫ് ദി ഔട്ട്ലെറ്റ് തെർമോമീറ്റർ മൗണ്ടഡ് ഓൺ ദി ഔട്ട്ലെറ്റ് പൈപ്പ് കണ്ടൻസർ. ദിസ് ഷുഡ് ബി റീഡ്. ഇനി പുറത്തോട്ട്, അതായത് കണ്ടൻസേഷൻ പുറത്തോട്ട് പോണ വാട്ടർ ഉണ്ടല്ലോ, എന്തായാലും കുറച്ച് ഹീറ്റ് അവർ എടുക്കുമല്ലോ. അതെന്ത് ചെയ്യണം? മിനിമം ഒരു 5 ഡിഗ്രി സെൽഷ്യസിലേക്കായാലും നമ്മൾ വരുന്ന വാട്ടറിനെക്കാളും അധികം ആവണം. എങ്ങാനും ഇത് 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് വരുന്നെങ്കിലോ, ആൻഡ് ദി കംപ്രസർ ഡിസ്ചാർജ് പ്രഷർ ഈസ് അബോവ് ദി ഓപ്പറേറ്റർ. മാത്രമല്ല കംപ്രസർ ഇങ്ങനെ കടന്ന് പട്ടിപ്പണി എടുക്കുകയാണ്, അല്ലെങ്കിൽ നല്ല പ്രഷറോട് കൂടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് മണക്കണം, സ്മെല് ചെയ്യണം. ഒബ്സർവ് ദി ഓപ്പറേറ്റിംഗ് പ്രഷർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പറേഷൻ പ്രഷർ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഫീൽ ദി ലിക്വിഡ് ഔട്ട്ലെറ്റ് ബൈ പ്ലേസിംഗ് ദി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ റെഫ്രിജറന്റ് ഉണ്ടല്ലോ, നമ്മൾ കൈവെള്ളം എല്ലായ്മ തൊട്ടൊന്ന് നോക്കി നോക്കാം. യു ഷുഡ് ഫീൽ ദി പൈപ്പ് ടെമ്പറേച്ചർ അറ്റ് ആംബിയന്റ് ഓർ. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ? അന്തരീക്ഷ താപനില അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായി തോന്നണം. എങ്ങാനും അത് താഴെയാണെങ്കിൽ, അന്തരീക്ഷം നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടൻസർ എന്താണ്? സ്കെയിലിങ്ങിന് വിധേയമാക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് കരുതുക കേട്ടോ. മാത്രമല്ല ഇതേ കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കാം. നമ്മളിപ്പോ അഴിച്ചു നോക്കി അവിടെ സ്കെയിലിങ്ങും ഫൗളിങ്ങും ഒന്നും വന്നിട്ടില്ല. അപ്പൊ വേറൊരു പോസിബിലിറ്റി കൂടി അവിടെ ഉണ്ട്. എന്താണ്? സിസ്റ്റം റെഫ്രിജറന്റുമായിട്ട് ഓവർ ചാർജ് ചെയ്താലും എന്ത് വരും? ഇതേ അവസ്ഥകൾ വരും കേട്ടോ. ഇതേ അവസ്ഥ സിസ്റ്റം ഓവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും വരും. ഇനി എങ്ങനെയാണ് ഡീസ്കെയിൽ ചെയ്യാം? എങ്ങനെയാണ് ഡീസ്കെയിൽ ചെയ്യണമെങ്കിൽ എന്തായാലും സംഭവം ഓഫ് ആകണ്ടേ? അപ്പൊ ഓഫ് ചെയ്യാം.
പിന്നെ ഡ്രെയിൻ ഔട്ട്, ഉള്ള വെള്ളമൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യാം. പിന്നെ റിമൂവ് ആൾ ദി ബോൾസ്, നമ്മൾ ആ ബോൾട്ടുകൾ എന്ത് ചെയ്യാം, രണ്ട് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി ഗ്യാസ്കറ്റ് എന്ത് ചെയ്യുക, നല്ലപോലെ ശ്രദ്ധിച്ച് ഊരുക. എന്നിട്ട് ട്യൂബ്സ് എല്ലാം ഫസ്റ്റ് വിഷ്വലി എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ട്യൂബും ബ്രാസ് ട്യൂബ് ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ദി ട്യൂബ് ക്ലീനിങ് ബ്രഷ് ഒരു എൻഡിലൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, മറ്റേ എൻഡിലൂടെ അത് പുറത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ ബ്രാസ് ട്യൂബ് ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ഒന്ന് ഫ്ലഷ് ചെയ്യുക. എന്നിട്ട് എല്ലാ ട്യൂബ് ഇതുപോലെ കംപ്ലീറ്റ് ആക്കുക. ആഫ്റ്റർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. എന്നിട്ട് ബ്രഷിന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഇഫ് ദി ട്യൂബ്സ് ആ ക്ലീൻ ആയിക്കണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ബെയർ മെറ്റൽ നമുക്ക് കാണാല്ലേ. ഇനി ഫിക്സ് ലോക്ക് ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പുതിയ ഗ്യാസ് കലകൾ എന്ത് നമുക്ക് ചെയ്യാം. കാരണം ദി ഡിസ്കൈനിങ് സിസ്റ്റം ടു ദി കണ്ടൻസർ ഇൻ ആൻഡ് ഔട്ട് ഫ്ലാഞ്ചസ് fill the mixing tank with required amount of water and add hydrochloric acid inhibitor to water. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഫ്ലഷ് ഒക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ സിസ്റ്റം കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ആ വെള്ളത്തിലേക്ക് വെക്കുക. എന്നിട്ട് ആ വെള്ളം ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത വെള്ളം എന്ത് ചെയ്യുക, 4 മണിക്കൂർ നേരത്തേക്ക് എന്ത് ചെയ്യുക, അതിനെ കറക്റ്റ് വിടാം, അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുക, സിസ്റ്റത്തിൽ സർക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ആസിഡ് അടങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യാം, അത് ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് ആ ഡ്രെയിൻ ചെയ്ത ആസിഡ് അടങ്ങിയ വെള്ളം നമ്മൾ എന്ത് ചെയ്യാം, ഒഴുകുന്ന വെള്ളത്തിലോട്ടോ ഒഴുകുന്ന പുഴയിലോട്ടോ കുറേശ്ശെ ആയിട്ട് നേർപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, അന്തരീക്ഷത്തിന് ദോഷകരമില്ലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. സിസ്റ്റം എന്നിട്ട് പുതിയ വാട്ടർ എന്ത് ചെയ്യാം, പുതിയ വാട്ടർ നിറയ്ക്കുക. ആൻഡ് സ്റ്റാർട്ട് സർക്കുലേഷൻ ആൻഡ് വാട്ടർ സിസ്റ്റം ടിൽ ദി pH റീച്ചസ്. എന്നിട്ട് ഏതുവരെ, ഇപ്പൊ ആസിഡ് അല്ലായിരുന്നോ, ആ ആസിഡിന്റെ pH എല്ലാം പോയിട്ട് 7 മുതൽ 7.5 ആവണ വരെ എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റം എന്ത് ചെയ്യണം, ഈ പുതിയ വെള്ളം കൊണ്ട് സർക്കുലേറ്റ് ചെയ്യാം. ഇനി ആൾവേസ് എന്ത് ചെയ്യുക, വിയർ ഗ്ലൗസ് ഇതൊക്കെ നമ്മൾ വിയർ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആ ലീക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സോപ്പ് സൊല്യൂഷൻ ബബിൾസും കൂടി ഉപയോഗിക്കുക കേട്ടോ. ഇനി പമ്പ് ഡൗൺ ദി സെൻട്രിഫ്യൂഗൽ കംപ്രസർ സിസ്റ്റം. ഈ ടോപ്പിക് നമ്മളെ പുതിയ നിമിയുടെ ബുക്കിൽ കാണുന്നില്ല കേട്ടോ. പക്ഷെ പുതിയ നിമിയുടെ ബുക്ക് നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ വീഡിയോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇതേ വീഡിയോ ഇന്നലെ ഇതിലും ഉഷാറായിട്ട് ചെയ്തതാണ്. വളരെ 2 പണി എടുക്കേണ്ടി വന്നു. എൻ്റെ ടൈം വേസ്റ്റ് ആണ്. കാരണം അതിന്റെ ഓഡിയോ അതിൽ റെക്കോർഡ് ആവുന്നില്ല. കാരണം അത് ലൈസൻസബിൾ ആണ്. ലൈസൻസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയത്തില്ല. അതുപോലെ തന്നെ അത് പ്രിന്റ് എടുക്കാൻ കഴിയത്തില്ല. ഞാൻ ആദ്യം പെട്ടെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് നോക്കിയില്ല. അപ്പൊ നെക്സ്റ്റ് പമ്പ് ഡൗൺ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, വല്ല സർവീസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ടോപ്പിക്ക് പുതിയ നിമിയിൽ ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ മാത്രം നോക്കുക. പമ്പ് ഡൗൺ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എങ്ങനെ സിസ്റ്റത്തിന് വല്ല സർവീസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പമ്പ് ഡൗൺ ചെയ്യണം. ഇനി എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഇനി പമ്പിങ് ആൾ ദ റെഫ്രിജറന്റ് സിസ്റ്റം ടു അക്യുമുലേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ്. ഉള്ള റെഫ്രിജറന്റ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ലിക്വിഡ് റിസീവറിലേക്ക് മാറ്റിയിട്ട് അതിനാ സിസ്റ്റത്തിൽ നിന്ന് വേറെ ഒന്ന് മാറ്റി സൂക്ഷിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കും, പമ്പ് ഡൗൺ എന്ന് വിളിക്കും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു കിങ് വാൽവ് അല്ലെങ്കിൽ ലിക്വിഡ് ഷട്ട് ഓഫ് വാൽവ് വേണം. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. ഇതിനെന്തുവാ, പമ്പ് ഡൗണിന് എന്ത് വേണം, ഒരു കിങ് വാൽവ് വേണം. സോറി, ഇപ്പൊ എവിടെ ഉണ്ടാവുക, കിങ് വാൽവ് എവിടെ കൊടുക്കുക, അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് ദി ലിക്വിഡ് റിസീവറിലാണ് കൊടുക്കുക. ഇനി പർജിങ് എന്താ, പർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പർജിങ് ഓഫ് എയർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പോ എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഭാഗമൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, എങ്ങാനും അതിന്റെ ഉള്ളിൽ നമുക്ക് എയറോ വാട്ടർ വേപ്പർ എല്ലാം ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വാക്യൂം ചെയ്യുകയൊക്കെ വേണ്ടേ. അങ്ങനെ ഉള്ള എയറിനെയും അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന എയറിനെയും വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, പർജിങ് എന്ന് ഉപയോഗിക്കും. ആഫ്റ്റർ റിപ്പയറിംഗ് ഓർ റീപ്ലേസിംഗ് ദി ഡിഫക്റ്റീവ് പാർട്സ്, എയർ ഫ്രം ദോസ് പാർട്സ് ആ പോർഷൻ കാൻ ബി റിമൂവ്ഡ്. എങ്ങനെയാണ്, ക്ലോസ് ദി ഡിസ്ചാർജ് ഐസൊലേഷൻ വാൾവ് ആൻഡ് ഓപ്പൺ ദി ഗോജ് പോർട്ട് ആൻഡ് അലോ ദി ലേറ്റസ്റ്റ് പ്രഷർ ഇവന്റ്, ദെൻ ഓപ്പറേറ്റ് ദി കംപ്രസർ അണ്ടിൽ എന്ത് ചെയ്യുക, സെക്ഷൻ ഭാഗം വരുന്നവരെ എന്ത് ചെയ്യുക, കംപ്രസർ ഓൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആൾ ദി എയർ പാസ് ത്രൂ ദി ഡിസ്ചാർജ് വാൽവ് ഗേജ് പോർട്ട്, എല്ലാ വാൽവും എന്ത് ചെയ്യും, അങ്ങനെ പൊക്കോളും. ഞാൻ ക്ലോസ് ദി ഗേജ് പോർട്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, ഗേജ് പോർട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കംപ്രസർ ഓഫ് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കുക നമ്മള്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഇവാപറേറ്റീവ് കണ്ടൻസർ. വീഡിയോ ഇതിലും ലെങ്ത് ഉണ്ടായിരുന്നു, ഒരുപാട് ടോപ്പിക് കവർ ചെയ്താണ്. പക്ഷെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇപ്പോൾ വീണ്ടും ഇരുന്ന് റെക്കോർഡ് ചെയ്താണ്, ഡിലേ വന്നിട്ടുണ്ട്. ടോപ്പിക് ഇച്ചിരി കുറവേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ.